പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന സർവശക്തനും കാരുണ്യവാനുമായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹനാഥനായ ഈശോയെ, ദിവ്യകാരുണ്യമായി നീ ഞങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനന്തമായ നിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈ മണിക്കൂർ ഞങ്ങൾ ചെലവഴിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള സകലരെയും നിൻ്റെ വലിയ കരുണയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനത്തിൽ ഞങ്ങൾ തിരിച്ചറിയുന്ന വലിയ ബോധ്യം 103 സങ്കീർത്തനം 8 തിരുവചനം പറയുന്നു, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഈശോയെ, ഈ തിരുമണിക്കൂറിൽ നിൻ്റെ കരുണയെ തിരിച്ചറിയാനും മനസ്സിലാക്കുവാനും നിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഒന്ന് ചേർന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ പ്രധാനമായിട്ടും ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വചനത്തിലുടനീളം നമ്മൾ കാണുന്നത് ദൈവത്തെ സ്നേഹമുള്ളവനായി, പരിപാലിക്കുന്നവനായി, വഴി നടത്തുന്നവനായി, അതിനേക്കാൾ ഉപരിയായി കരുണാമയനായി ദൈവത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ പാതകളിലെല്ലാം, വഴികളിലെല്ലാം ദൈവം കരുണയോടെ അവരെ കടാക്ഷിച്ചതിൻ്റെ ഒരു വലിയ അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ട്. അതായത് ദൈവം കരുണയോടെ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും കണ്ടു വളർന്നവരായിരുന്നു ഇസ്രായേൽ ജനത. അതായത് അത്ഭുതങ്ങൾ കണ്ട് വളർന്ന ഒരു ജനതയായിരുന്നു ഇസ്രായേൽ ജനത. അവിടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും പറയാനുണ്ടായിരുന്നത് ദൈവം കരുണ കാണിച്ചതിൻ്റെ, ദൈവം സ്നേഹിച്ചതിൻ്റെ, ദൈവം പരിപാലിച്ചതിൻ്റെ, ദൈവം സംരക്ഷിച്ചതിൻ്റെ ഒരു വലിയ അനുഭവങ്ങളായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയെ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അത് ലഭിക്കുവാനായിട്ട് സങ്കീർത്തകൻ പറയുന്നൊരു കാര്യം 123 സങ്കീർത്തനത്തിൽ പറയുന്നു, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നത് വരെ കർത്താവെ നീ ഞങ്ങളോട് കരുണയായിരിക്കണമെന്ന് കർത്താവിനെ തന്നെ നോക്കിയിരിക്കാനായിട്ടുള്ള പരിശ്രമം. അതായത് വചനം പറയുന്നത് അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അതായത് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തെ, കാരുണ്യത്തെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ കണ്ട് ദൈവത്തോടൊപ്പമായിരിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും. ഇതുപോലെ തന്നെ പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായം, പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായത്തിൽ അവിടെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിനായിട്ട് ഇസ്രായേൽ ജനം മുഴുവനും സാഷ്ടാംഗം പ്രണമിച്ചു. ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായി സ്തുതിച്ചു പാടി. കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നതുവരെ ജനം കാരുണ്യവാനും
അത്യുന്നതനുമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. അതായത് ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ കാണാൻ പറ്റും. പിന്നീട് 50-ാം അധ്യായം 22-ാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു: എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. അതായത് ഇസ്രായേൽ ജനതയ്ക്ക് പുരോഹിതൻ നൽകുന്ന ഏറ്റവും വലിയ ഒരു ഉപദേശം എന്ന് പറയുന്നത് എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. അതായത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന് പരിശുദ്ധ അമ്മയും ഏറ്റു പറയുന്ന കാര്യം ഇതാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതായത് എൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും തീർത്തില്ല. അതായത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, വചനം പറയുന്നത് എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവൻ്റെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. സ്നേഹിക്കുന്ന കാര്യത്തിനാണോ പരിധിയുണ്ട്, ക്ഷമിക്കുന്നതിനാണോ ഒരു പരിധിയുണ്ട്, അതുപോലെ തന്നെ എന്ത് കാര്യം ഒരു ജോലി ചെയ്യുന്നതിനാണോ ഒരു പരിധിയുണ്ട്. പക്ഷേ ദൈവത്തിന് ഒരു പരിധിയുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളത്. അവിടുന്ന് വീണ്ടും പറയുന്ന കാര്യം ഇതാണ്: അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിൽ എന്നതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യും. അതായത് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചും വചനം പറയുകയാണ്. അവിടുന്ന് നമുക്ക് ഹൃദയ ആഹ്ലാദം നൽകും. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തെ ഏറ്റവും അധികം അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഹൃദയത്തിൻ്റെ സന്തോഷം ഇല്ല എന്നുള്ളത്. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഇല്ലാത്തൊരനുഭവം, സന്തോഷം അനുഭവിക്കാൻ നമുക്ക് പറ്റാതെ വരുന്ന സാഹചര്യം. ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ട് ജീവിക്കുന്നു. രോഗത്തെക്കുറിച്ചായിരിക്കാം, നാളെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, തടസ്സങ്ങളായിരിക്കും. ഒത്തിരിയേറെ പ്രശ്നങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നത് കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ കരുണയാൽ നമ്മുടെ ജീവിതങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമെന്ന് പറയുന്നത് അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണ്ണമാകുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കരുണയാൽ സമ്പുഷ്ടമായ ജീവിതത്തിന് ഉടമകളായി നമ്മൾ ഓരോരുത്തരും മാറണമെന്നുള്ളതാണ്. ഒത്തിരിയേറെ ആളുകൾ അസ്വസ്ഥതകളുടെ, പ്രതിസന്ധികളുടെ, തടസ്സങ്ങളുടെ, രോഗത്തിൻ്റെ, അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ അവർക്കൊക്കെയുള്ള ഒരു മറുമരുന്ന് വചനം നമുക്ക് തരുന്നത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ഒരു വലിയ സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് വചനം നമ്മളോട് പറയുക കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. വിശുദ്ധ ഫൗസ്റ്റിനായി ഈശോ വെളിപ്പെടുത്തിയ സമയത്ത്, ദൈവകരുണയെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ വിശുദ്ധ ഫൗസ്റ്റിനായിലൂടെ ലോകത്തിന് മുഴുവനും ഈശോ നൽകിയ ഏറ്റവും വലിയ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്, എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഒരു കാലത്തും ഞാൻ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഞാൻ ഒരു കാലത്തും ഉപേക്ഷിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അകലതകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമ്മളെ ആർക്കും വേണ്ട, നമ്മളെല്ലാവരും ഉപേക്ഷിച്ചു, അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മളെ ഭരണം നടത്തുമ്പോഴാണ് നമുക്ക് ഒത്തിരിയേറെ ആകുലതകളും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ദൈവം വാഗ്ദാനം ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്, എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവനെ ഒരു കാലത്തും ഞാൻ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവനെ ഒരു കാലത്തും ഞാൻ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ ഈ 3 മണി സമയത്ത് ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട്, ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരുണയാൽ സമ്പുഷ്ടമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ഈ ഒരു
ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാനുള്ള മനോഭാവത്തോടെ ഏറ്റവും എളിമയോടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഹൃദയ ആഹ്ലാദവും സമാധാനവും ഉണ്ടാകും. ഹൃദയ ആഹ്ലാദവും സമാധാനവും ഉണ്ടാകും. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം. ആ സന്തോഷം ആർക്കും എടുത്തു മാറ്റാൻ പറ്റത്തില്ല. അതൊരു രോഗം വന്നാലോ ഒരു തളർച്ച വന്നാലോ തകർച്ച വന്നാലോ തടസ്സങ്ങളുണ്ടായാലോ അത് നഷ്ടപ്പെട്ടു പോകുന്നല്ല, അതെന്നേക്കും നിലനിൽക്കുന്ന സന്തോഷം. വിശുദ്ധ അഗസ്തീനോസ് ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തെ അറിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, കർത്താവേ നിന്നെ അറിയാൻ വൈകിപ്പോയല്ലോ. കർത്താവെ നിന്നെ അറിയാൻ വൈകിപ്പോയല്ലോ. എൻ്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം, ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു അഗസ്തീനോസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിജ്ഞാനത്തിൻ്റെ പുറകെ പോയി, അതുപോലെ തന്നെ ഒത്തിരിയേറെ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയി. പക്ഷേ അതിൻ്റെ ഒടുവിൽ പ്രാർത്ഥനയുടെ, അതായത് അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഏറ്റവും ഒടുവിൽ കർത്താവിനെ കണ്ടുമുട്ടിയ സമയത്ത് അദ്ദേഹം പറയുകയാണ്, കർത്താവേ നിന്നെ അറിയാൻ ഞാൻ വൈകിപ്പോയല്ലോ. കാരണം എൻ്റെ ജീവിതത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു വലിയ സൗഭാഗ്യം എനിക്ക് ലഭിച്ചത് കർത്താവെ നിന്നെ കണ്ടുമുട്ടിയപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ ഒരു വലിയ കൃപ നിറയാനും കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നമുക്ക് ദാനമായി കൃപയായി നൽകുന്ന ആ ഹൃദയാഹ്ലാദവും സമാധാനത്തിൻ്റെയും ഉടമകളായി അത് സ്വീകരിക്കുന്നവരായി മാറുവാൻ നമ്മളെ ഒരുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും ജീവിത പങ്കാളിയും മക്കളെയും എല്ലാവരെയും മാതാപിതാക്കളെയും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുമക്കളെയും യുവജനങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ ആളുകൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെ, കടബാധ്യതകളിലൂടെ, രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ, തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാവരെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.